എല്ലാവർക്കും നമസ്കാരം. സീതാ സ്വയംവരം കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ അയോധ്യയിലേക്ക് തിരിച്ചു. മാർഗമധ്യേ പരശുരാമൻ അതിക്രൂദ്ധനായി അവരുടെ മുന്നിലെത്തി. ഭഗവാൻ നാരായണന്റെ 10 അവതാരങ്ങളിൽ 6ാമത്തെ അവതാരം പരശുരാമൻ. ജമദഗ്നി മഹർഷിയുടെയും രേണുകയുടെയും പുത്രൻ രാമൻ. ശ്രീ മഹാദേവന്റെ ശിക്ഷണത്തിൽ ആയുധവിദ്യ പഠിച്ചു വന്നവൻ. ശിഷ്യന്റെ പാടവത്തിൽ സന്തോഷം കൊണ്ട മഹാദേവൻ പരശു കൊടുത്ത് അനുഗ്രഹിച്ചു. അന്നു മുതൽ പരശു കയ്യിലേന്തിയവൻ എന്ന അർത്ഥത്തിൽ പരശുരാമനായി. ആ രാമനാണ് ഇപ്പോൾ ശൈവചാപം ഖണ്ഡിച്ചതറിഞ്ഞ് അതിക്രൂദ്ധനായി മാർഗമധ്യേ വിഘ്നമായി വന്നിരിക്കുന്നത്. ദശരഥൻ ചെന്ന് താണുവണങ്ങി സ്തുതിച്ചെങ്കിലും രാമന്റെ കോപം മാറിയില്ല. പരശുരാമൻ ശ്രീരാമനോട് കയർത്തു സംസാരിക്കുകയും ഒടുവിൽ തൻ്റെ കയ്യിലുള്ള വൈഷ്ണവചാപം ധൈര്യമുണ്ടെങ്കിൽ തൊടുക്കുവാനും ആവശ്യപ്പെട്ടു. പലതും പറഞ്ഞ് പരശുരാമനെ ശാന്തനാക്കാൻ ശ്രമിച്ചെങ്കിലും പറ്റാതെ വന്നപ്പോൾ ഒടുവിൽ ശ്രീരാമൻ വൈഷ്ണവചാപം വാങ്ങി കുലച്ചു ലക്ഷ്യമാർഗം ആരാഞ്ഞു. ഇത് കണ്ട് പരശുരാമൻ ശ്രീരാമനെ വണങ്ങി സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ചാപം പണ്ട് ഭഗവാൻ നാരായണനെ തപസ് ചെയ്ത് നേടിയതാണെന്നും ഇതുകൊണ്ട് ശത്രുനിഗ്രഹം നടത്തിയ ശേഷം ത്രേതായുഗത്തിൽ രാമനായി അവതരിക്കുമ്പോൾ ഇതെനിക്ക് തിരിച്ചു നൽകണമെന്നും പറഞ്ഞതായി പറഞ്ഞുകൊണ്ട് തന്നിലുള്ള വൈഷ്ണവ ചേതസ്സിനെ, താൻ നേടിയ പുണ്യത്തെ രാമന് ലക്ഷ്യമാർഗമാക്കി കൊടുത്തു. അങ്ങനെ സന്തോഷത്തോടെ ശ്രീരാമനെ സ്തുതിക്കുന്നു.